നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് NFOകളെ കുറിച്ചാണ്. NFO എന്നാൽ ന്യൂ ഫണ്ട് ഓഫറുകൾ. മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ പുതിയതായി തുടങ്ങുന്ന സ്കീമിനെയാണ് NFO അല്ലെങ്കിൽ ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രോക്കറേജ് ആപ്പിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ സെക്ഷനിൽ ചെന്നാൽ NFO എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാ ദിവസവും തന്നെ ഏതെങ്കിലും NFOകൾ ഓപ്പൺ ആയിരിക്കും. ഇന്ന തീയതി മുതൽ ഇന്ന തീയതി വരെ നമുക്കതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ പീക്ക് ലെവലിലാണല്ലോ. റീറ്റെയിലേഴ്സിനിടയിൽ മ്യൂച്വൽ ഫണ്ടിന് നല്ല റെസ്പോൺസാണ് ഇപ്പോൾ. ഈ അവസരം മുതലാക്കി ഫണ്ട് ഹൗസുകൾ ധാരാളം പുതിയ സ്കീമുകൾ ന്യൂ ഫണ്ട് ഓഫറുകളായി അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ എല്ലാ ഫണ്ടുകളിലും അല്ലെങ്കിൽ NFOകളിലും ചേരേണ്ടതുണ്ടോ? NFOകളുടെ റിസ്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൊതുവെ ഇൻഡെക്സ് ബേസ്ഡ് അല്ലെങ്കിൽ ഹൈ റിസ്കിയായ സെക്ടർ സ്പെസിഫിക് അല്ലെങ്കിൽ തീമാറ്റിക് സ്കീമുകളാണ് പുതിയ NFOകളായിട്ട് വരുന്നത് മിക്കതും. കഴിഞ്ഞ 2 വർഷത്തിലാണ് ഇത്രയേറെ ന്യൂ ഫണ്ട് ഓഫറുകൾ വന്നത്. ഏതൊരു പ്രക്രിയയും പോലെ അധികമാകാതെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും ഒരു അഡിക്ഷൻ ആയേക്കാം. കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ NFOകളും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങും. NFOകളുടെ NAV അഥവാ നെറ്റ് അസറ്റ് വാല്യൂ 10 രൂപ ഉള്ളതിലാണ് ഈ ഒരു പ്രധാന അട്രാക്ഷൻ. സോ ഇങ്ങനെ ഏറ്റവും താഴ്ന്ന NAV ഉള്ള NFOകളിൽ ചേരാൻ എല്ലാവർക്കും ഇൻഡക്ഷൻ കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും 10 രൂപ NAVയിൽ ലഭിക്കുമ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും 100 യൂണിറ്റുകൾ അതിനകത്ത് വരും. കൂടുതൽ യൂണിറ്റുകൾ അലോക്കേറ്റ് ചെയ്ത് കിട്ടും. സോ ഓരോ ഡെയിലി ചേഞ്ചസിനും അത് വളരെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യും. സോ ഇങ്ങനത്തെ മിക്ക NFOകളിലും നോക്കിയാൽ കാണാം എല്ലാം തന്നെ സെക്ടർ സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ ഇൻഡെക്സ് ബേസ്ഡ് ആണ്, തീമാറ്റിക് ആണ്. സെക്ടർ ബേസിക് അല്ലെങ്കിൽ ഇൻഡെക്സ് സെക്ടർ ആണെങ്കിലും ഇൻഡെക്സ് ബേസ്ഡ് ആണെങ്കിലും എല്ലാം വോൾട്ടൈലാണ് ഇപ്പോൾ. ഈ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധയാകർഷിച്ച ഒരു മ്യൂച്വൽ ഫണ്ടാണ് HDFCയുടെ ഡിഫൻസ് ഫണ്ട്. ഒറ്റ വർഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടായുള്ളെങ്കിലും 145% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് NFOകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത്. സെക്ടർ വൈസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഫിറ്റബിളായി ഫണ്ടുകൾ അലോക്കേറ്റ് നടത്തുവാനായിട്ട് പറ്റാത്തതിനാൽ SIP ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ഈ ഫണ്ടിൽ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ ജൂലൈ 22 മുതൽ. സോ നമ്മൾ സാധാരണയായി 5 അല്ലെങ്കിൽ 7 മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുക. എന്നാൽ ധാരാളം പുതിയ NFOകൾ ഈ അടുത്ത 2 വർഷങ്ങൾ വന്നിരുന്നാൽ ധാരാളം പേർ പുതിയ NFOകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലരുടെയും മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ 10ൽ കവിഞ്ഞു നിൽപ്പുണ്ട്. എന്നാൽ ഒരു 7നും 9നൊക്കെ ഇടയിൽ നിർത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട്. കാരണം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയും ധാരാളം ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമില്ല. അത് പല പ്രശ്നങ്ങൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് മോണിറ്റർ ചെയ്യാനും നമുക്ക് കറക്റ്റായിട്ട് അതൊരു അലോക്കേഷൻ നടത്താനും ഒക്കെ ബുദ്ധിമുട്ടാകും. നമ്മുടെ റിസ്ക് അപ്പറ്റൈറ്റും നമ്മുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷനും ഒക്കെ അനുസരിച്ച് അത് കൺട്രോൾ ചെയ്യുകയും കറക്റ്റായ സമയത്ത് മോണിറ്റർ ചെയ്യുകയും കറക്റ്റായ സമയത്ത് അതിൻ്റെ റിഡംഷൻ നടത്തുകയും ചെയ്യുക. ചിലപ്പോൾ വേണ്ട ഫണ്ടുകൾ നമുക്ക് ഇടയ്ക്ക് കുരുങ്ങിക്കിടന്നേക്കാം. നമ്മൾ അൺഅലോക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇത് വന്നിരിക്കുന്ന എക്സ്ട്രാ എമൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തായിരിക്കാം. പക്ഷേ നമുക്ക് ആവശ്യ സമയത്ത് ഇങ്ങനെ ഒരു തീമാറ്റിക് ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു ബ്ലോക്ക്ഡ് ആയിട്ട് കിടന്നേക്കാം. സോ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാ NFOകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നത് കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല SIPകൾ കണ്ടിന്യൂ ചെയ്യുകയും സമയാസമയം അവ മോണിറ്റർ ചെയ്യുകയും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എയിം എന്താണോ അത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനോട് സമമായിട്ടുണ്ടെങ്കിൽ അത് റിഡംഷൻ നടത്താനും സ്വിച്ച് ഓവർ ചെയ്യാനും ഒക്കെ നമ്മളെപ്പോഴും താല്പര്യം കണ്ടുകൊണ്ടിരിക്കുക.